ഹലോ ഓൾ, ഇന്നിപ്പോൾ ഏത് മാധ്യമങ്ങൾ എടുത്തു നോക്കിയാലും ഒരു വാർത്തയെ കാണാനുള്ളൂ അല്ലേ? കുട്ടികളിലേക്ക് പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഷിഗല്ല എന്ന അസുഖത്തെക്കുറിച്ച്. ഇത് കുട്ടികളിലാണ് കൂടുതലായിട്ടും കാണപ്പെടുന്നത് എന്ന് വെച്ച് മുതിർന്നവർക്ക് വരില്ല എന്നല്ല കേട്ടോ. കുട്ടികളിൽ ഇത് കൂടുതലായി കാണുന്നത് കൊണ്ട് തന്നെ മാതാപിതാക്കൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് എന്തെന്ന് നോക്കാം. ആദ്യമായി തന്നെ ഈ ഷിഗല്ലോസിസ് എന്നത് ഒരു ഷിഗല്ല എന്ന ബാക്ടീരിയ മൂലമുണ്ടാകുന്ന ഒരു കുടൽ അണുബാധയാണ്. പ്രത്യേകിച്ച് 10 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ ഇത് വേഗത്തിൽ പടരുകയും ഗുരുതരമായ വയറിളക്കത്തിന് കാരണമാകുകയും ചെയ്യാം. എങ്ങനെ പകരുന്നു എന്ന് ചോദിച്ചാൽ, മലിനമായ വെള്ളം കുടിക്കുന്നത്, ശുചിത്വമില്ലാതെ ഭക്ഷണം കഴിക്കുന്നത്, കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുന്നത്, രോഗബാധയുള്ള കുട്ടിയുമായി അടുത്ത സമ്പർക്കം, മലമൂത്ര വിസർജനത്തിലൂടെ പകരുന്ന അണുക്കൾ കൈകളിൽ നിന്ന് വായിലേക്ക് എത്തുന്നത്, ഇതൊക്കെയാണ് അസുഖം പടരാനുള്ള പ്രധാന വഴികൾ. ഇനി പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. തുടക്കത്തിൽ തന്നെ പനി, ക്ഷീണം, വിശപ്പില്ലായ്മ, ഛർദി അങ്ങനെയൊക്കെയുള്ള തുടക്കത്തിലുള്ള ലക്ഷണങ്ങളാണ് ആദ്യം കാണിക്കുക. പിന്നീട് ഇടയ്ക്കിടയ്ക്ക് വയറിളക്കം, രക്തമോ കഫമോ കലർന്ന മലം, വയറുവേദന, മലമൂത്രമൊഴിക്കാൻ ആവർത്തിച്ചുള്ള തോന്നൽ, ശരീരത്തിലെ ജലാംശക്കുറവ്, ഇതൊക്കെയാണ് ഈ അസുഖത്തിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ. ജലാംശക്കുറവിൻ്റെ ലക്ഷണങ്ങൾ നമ്മൾ ഉടനെ ശ്രദ്ധിക്കേണ്ടതാണ്. വായ വരണ്ടു പോവുക, കണ്ണുകൾ കുഴിഞ്ഞു പോവുക, കരയുമ്പോൾ കണ്ണീർ ഇല്ലാതാവുക, മൂത്രം കുറയുക, അമിത ക്ഷീണം, കുഞ്ഞ് കളിക്കാതെ കിടക്കുക, ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ഒത്തിരി ശ്രദ്ധിക്കേണ്ടതാണ്. ജലാംശത്തിൻ്റെ കുറവ് മരണത്തിന് വരെ കാരണമാകാം. അപ്പോൾ അത് നമ്മൾ ഒരിക്കലും വിട്ടുപോകാതെ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഉടൻ ആശുപത്രിയിലേക്ക് പോകേണ്ട സാഹചര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. രക്തം കലർന്ന വയറിളക്കമുണ്ടെങ്കിൽ, അതേപോലെ പനിയുടെ അളവ് 39°C കൂടുതലാണെങ്കിൽ, കുഞ്ഞ് വെള്ളം കുടിക്കാതിരിക്കുകയാണെങ്കിൽ, ആവർത്തിച്ചുള്ള ഛർദി ഉണ്ടാവുകയാണെങ്കിൽ, മൂത്രം വളരെ കുറയുന്ന അവസ്ഥ ഉണ്ടാവുക, കുഞ്ഞ് മയക്കത്തിലാവുക, അപസ്മാരം അല്ലെങ്കിൽ ഫിറ്റ്സ് പോലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഉടനെ തന്നെ കുഞ്ഞിനെ നമ്മൾ ആശുപത്രിയിൽ എത്തിക്കേണ്ടതാണ്. മുൻകരുതലുകൾ എന്തൊക്കെയാണ് എടുക്കേണ്ടതെന്ന് നോക്കാം. ഭക്ഷണത്തിന് മുമ്പ് സോപ്പ് ഉപയോഗിച്ച് കൈ കഴുകുക. ടോയ്ലറ്റ് ഉപയോഗിച്ചതിന് ശേഷം കൈ കഴുകുക. കുടിവെള്ളം തിളപ്പിച്ച് ഉപയോഗിക്കുക. പഴങ്ങളും പച്ചക്കറികളും നന്നായി കഴുകുക. കുഞ്ഞിൻ്റെ നഖങ്ങൾ ചെറുതാക്കി വയ്ക്കുക. വയറിളക്കമുള്ള കുട്ടിയെ സ്കൂളിലോ ഡേ കെയറിലോ അയക്കാതിരിക്കുക. വീട്ടിലെ ടോയ്ലറ്റും ഉപയോഗിക്കുന്ന സ്ഥലങ്ങളും എപ്പോഴും വൃത്തിയായി തന്നെ സൂക്ഷിക്കുക. ഇനി നമ്മൾ വീട്ടിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ORS നൽകുക. ഓരോ വയറിളക്കത്തിന് ശേഷവും ORS കുറേശ്ശെ വീതം കൊടുക്കുക. ധാരാളം ദ്രാവകങ്ങൾ, അതായത് തിളപ്പിച്ചാറിയ വെള്ളം, ORS, തേങ്ങാവെള്ളം, അരിക്കഞ്ഞി വെള്ളം, ഇങ്ങനെയുള്ള വെള്ളങ്ങളും കൊടുക്കാം. ലളിതമായ ഭക്ഷണം, അതായത് കഞ്ഞി, ചോറ്, ഇഡ്ഡലി, ദോശ, വേവിച്ച ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, ഇതേപോലുള്ള ലളിതമായ ഭക്ഷണങ്ങൾ കൊടുക്കുക. ഒപ്പം വിശ്രമവും നൽകുക. ഇനി നമ്മൾ ഒഴിവാക്കേണ്ട ഭക്ഷണ പദാർത്ഥങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സോഫ്റ്റ് ഡ്രിങ്ക്സ്, പാക്കറ്റ് ജ്യൂസുകൾ, വളരെ എണ്ണയും മസാലയുമുള്ള ഭക്ഷണം, തെരുവ് ഭക്ഷണങ്ങൾ, ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെയുള്ള മരുന്ന്, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ നിശ്ചയമായിട്ടും നമ്മുടെ ഡയറ്റിൽ നിന്ന് ഒഴിവാക്കേണ്ടതാണ്. സോഫ്റ്റ് ഡ്രിങ്ക്, പാക്കറ്റ് ജ്യൂസുകൾ, വളരെ മസാലയുള്ള ഭക്ഷണങ്ങൾ, തെരുവ് ഭക്ഷണങ്ങൾ, ഡോക്ടറുടെ നിർദ്ദേശമില്ലാത്ത മരുന്ന്, ഇവയൊക്കെ നമ്മൾ ഒഴിവാക്കണം കേട്ടോ. ഇനി 6 മാസം മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികളുടെ രക്ഷിതാക്കൾ അറിയാൻ. വയറിളക്കത്തോടൊപ്പം പനി, രക്തം കലർന്ന മലം, അങ്ങനെ എന്തെങ്കിലും കാണുവാണെങ്കിൽ ഉടനെ തന്നെ ഡോക്ടറെ കാണുക. ഷിഗല്ല പലപ്പോഴും സാധാരണ വയറിളക്കമല്ല. ശരിയായ സമയത്ത് ചികിത്സിച്ചാൽ ഭൂരിഭാഗം കുട്ടികളും പൂർണ്ണമായി സുഖം പ്രാപിക്കും. ORS കൊടുക്കുന്നതും ജലാംശക്കുറവ് തടയുന്നതുമാണ് ഏറ്റവും പ്രധാന കാര്യം. അപ്പോൾ ഇത്ര നേരം എന്നെ കേട്ടുകൊണ്ടിരുന്നവർക്ക് എൻ്റെ ഒത്തിരി നന്ദി. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ, കുഞ്ഞുങ്ങളിൽ ഈ അസുഖം വരാതെ നമുക്ക് ഒരുമിച്ച് തടയാം. അപ്പോൾ ഞാനീ പറഞ്ഞ കാര്യങ്ങളെല്ലാം മുൻകരുതലുകൾ നിങ്ങൾ എടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക്